മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിന്റെ സെൻട്രൽ പേജ്, ഫസ്റ്റ് പേജും സെൻട്രൽ പേജും, അത് ഈ ക്യാമറയുടെ മുമ്പിലൊന്ന് നിവർത്തി കാണിക്കണമെന്ന് എനിക്ക് തോന്നി ആദ്യം. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതിൽ കേന്ദ്ര ബിന്ദു അജിത് ഡോവൽ എന്ന വ്യക്തിയാണ്. വേറൊരു പത്രത്തില് കണ്ട ഉജ്ജ്വലമായിട്ടുള്ള ചിത്രമാണത്. ഒരു മനുഷ്യൻ ഒരു തരത്തിലും പുറത്തറിയാതെ എന്തെല്ലാമാ ചെയ്യുന്നേ. സത്യത്തിൽ പണ്ട് ഞാൻ പറയുമായിരുന്നു, ദാസേട്ടൻ്റെ യേശുദാസനെ കാണുമ്പോൾ എൻ്റെ മക്കളോട് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമസ്കരിക്കണം, നെടുമുടി വേണുവിനെ കണ്ടാൽ നമസ്കരിക്കണം, തിലകനെ കണ്ടാൽ, സിനിമാ നടനെ കണ്ടാൽ നമസ്കരിക്കണം. കഴിവിൻ്റെ പാരമ്യത്തിലുള്ളവരാണ്, ജീവിതം ജീവിച്ച് കാണിച്ചു തന്നവര്. ഇപ്പൊ ഞാൻ എൻ്റെ മക്കളോടും, ഞാനായാലും ഈ അജിത് ഡോവൽ എന്ന മനുഷ്യനെ കണ്ടാൽ ഒന്ന് കാല് തൊടണം. എൻ്റെ രാഷ്ട്രത്തെ, നമ്മുടെ രാഷ്ട്രത്തെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ലോകത്തിൻ്റെ മുമ്പില് ഉയർത്തി കാണിച്ച ഒരു മനുഷ്യൻ, ചായക്കടക്കാരനായി പ്രധാനമന്ത്രിയായി മാറിയ ആ വ്യക്തി ഏത് വ്യക്തിയിലാണോ വിശ്വാസം പൂർണ്ണമായിട്ട് വെക്കുന്നത്, ആ വ്യക്തി, അതാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന ആൾ. ഇന്ത്യൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പത്രത്തിലാണ്, രാഷ്ട്രദീപിക എന്ന പത്രത്തിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയത് ഏത് പത്രത്തില എന്നുള്ളതല്ല, മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ കണ്ണിലെ കരടായിട്ടുള്ള അജിത് ഡോവല് കേരള കാഡറില് IPS എടുത്ത് അച്യുതമേനോന്റെ കാലത്ത് കരുണാകരൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പ്രവർത്തിച്ച അജിത് ഡോവല് അമൃത്സറില് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനും അതുപോലെ ഖാലിസ്ഥാൻ മൂവ്മെന്റും ഒക്കെ നടക്കുമ്പോൾ അതിനെയൊക്കെ കൂച്ചുവലങ്ങിടാൻ ചങ്കൂറ്റത്തോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ട വിജയിച്ച അജിത് ഡോവല് മിസോ കലാപകാരികളെ നിയന്ത്രിച്ച് അടിച്ചൊതുക്കിയ അജിത് ഡോവല് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ മുഫ്തി സയ്യിദ് മുഹമ്മദിന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദികളെ വിട്ടുകൊടുക്കാൻ കാൻഡഹാറിലേക്ക് അയച്ച, അത് വിജയകരമായി പൂർത്തിയാക്കിയ അജിത് ഡോവല് വിശ്രമത്തിലും കർമ്മനിരതനായ അജിത് ഡോവല് മ്യാൻമാർ അഥവാ ബർമ്മയിലേക്ക് അടിച്ചു കയറി അകത്തുള്ള തീവ്രവാദികളെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്ത് തിരിച്ചു വന്ന അജിത് ഡോവല്, അതുപോലെ തന്നെ ദേശീയ സുരക്ഷയുടെ ഉപദേഷ്ടാവ്, പ്രാവർത്തികമായിട്ടുള്ള വ്യക്തി, പാകിസ്ഥാനിൽ ചെന്ന് 7 വർഷം തീവ്രവാദികളുടെ കൂട്ടത്തിൽ ജീവിച്ച് എന്താ തീവ്രവാദം എന്ന് നേരിട്ട് പഠിച്ച വ്യക്തി, മിനിമം 17 വർഷം പോലീസ് കാഡറിൽ ഉണ്ടായാലേ അവാർഡ് ലഭിക്കൂ എന്ന് കണ്ടീഷൻ ഉണ്ടായിട്ട് പോലും 7 വർഷം കഴിഞ്ഞ് പരമോന്നത ബഹുമതി കിട്ടിയ വ്യക്തി, പോലീസിലും IB-യിലും കുറേയൊക്കെ പട്ടാളത്തിലും തലങ്ങും വിലങ്ങും പ്രവർത്തിച്ച വ്യക്തി, നേപ്പാളിലെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനവരതം പ്രയത്നിച്ച ആള്, LTTE കാലഘട്ടത്തില് ശ്രീലങ്കയില് പ്രവർത്തിച്ച ആള്, അതുപോലെ തന്നെ ജീവിതത്തില് എത്രയോ നേട്ടങ്ങള് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും കരുണാകരന്റെ കാലത്തും അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തും മൻമോഹൻ സിംഗിന്റെ കാലത്തും ഇപ്പോ ശ്രീ നരേന്ദ്രമോദിയുടെ കാലത്തും കൂട്ടത്തിലും ഇവരുടെ കൂട്ടത്തിലെല്ലാം നിൽക്കുമ്പോൾ
ഓർമ്മിക്കുക, അച്യുതമേനോൻ CPI, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം കോൺഗ്രസ്, അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയും BJP. ഇവരുടെ ആരുടെ കൂട്ടത്തിലും വർക്ക് ചെയ്യാൻ ഒരു വിഷമവും ഇല്ലാത്തൊരു വ്യക്തിക്ക് അത് സാധിച്ചതെങ്ങനെ? ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി തൊഴുകൈയോടെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി പറയുന്നു, ഭാരതം എന്ന രാഷ്ട്രത്തെ മുമ്പിൽ നിർത്തിയിട്ട് പ്രവർത്തിക്കുന്നു. അതിൽ ആര് പ്രധാനമന്ത്രി, ആര് പ്രസിഡന്റ്, ആരെല്ലാമാണ്, ഏത് പാർട്ടിക്കാരാണ്, ഏത് പ്രായക്കാരാണ്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്, ഇതൊക്കെ ഭരണാധികാരികളുടെ പ്രശ്നമാണ്. അവര് വരും, അവര് പോകും. പരമപവിത്രമായ ഭാരതം അത് നിലനിൽക്കും. ആ രാഷ്ട്രത്തിന് വേണ്ടി ഭാരതത്തിന് ചുറ്റുമുള്ള ഏത് രാജ്യങ്ങളിലും ചെന്ന് ചങ്കൂറ്റത്തോടുകൂടി തിരിച്ചു വന്ന ഈ അജിത് ഡോവൽ എന്ന മനുഷ്യന്റെ മുമ്പിൽ രണ്ട് കയ്യും കൂപ്പി ഭാരത് മാതാ കി ജയ് എന്ന ഹൃദയം പൊട്ടുമാറുച്ചത്തില് വിളിച്ചുകൊണ്ട് പ്രണമിക്കണമെന്ന് തോന്നി. ഭാരതത്തിന്റെ വിജയം ഒരു കയ്യിന്, ഒരു മനസ്സിന് അവകാശപ്പെട്ടതാണെന്ന് പറയുകയാണെങ്കിൽ അതാർക്കാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്കല്ല, ഈ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞയെടുത്ത് നേതൃത്വം നൽകി കൂട്ടത്തിലുള്ളവരെ കൊണ്ട് അതനുസരിപ്പിച്ച് വൻ വിജയത്തോടുകൂടി തിരിച്ചു വന്ന അജിത് ഡോവലിനും അദ്ദേഹത്തിന്റെ കൂട്ടത്തില് മരണത്തെ നേരിൽ കണ്ട് അത് ഉപേക്ഷിച്ച് തിരിച്ചു വന്ന പട്ടാളക്കാർക്കും പട്ടാള മേധാവികൾക്കും ആത്മാഭിമാനത്തോടുകൂടി ഈ ഒരു കർമ്മം ചെയ്യണമെന്ന് തീരുമാനിച്ച ഭരണാധികാരികൾക്കും അവരെ സപ്പോർട്ട് ചെയ്ത ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും നേതാക്കന്മാർക്കും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കും ലോകത്തിലെ ഭാരതീയരായ 130-ൽ പരം കോടി ജനതയുടെ ആത്മാഭിമാനത്തിന് കാരണമായ എല്ലാവരുടെ മുമ്പിലും തൊഴുകൈയോടെ ഭാരത് മാതാ കി ജയ് എന്ന അജിത് ഡോവലിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയട്ടെ. പ്രണാമം, നമസ്കാരം.